കേരളയിൽ വരും, വരാതിരിക്കില്ല. ഇതായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളയിൽ ആരവം അടങ്ങിയ ശേഷവും പറഞ്ഞത്. വരാൻ പോകുന്ന കേരളയിൽ വരും കേട്ടോ, അതിന് യാതൊരു സംശയമില്ല. അതിവിടെ വരിക തന്നെ ചെയ്യും. അതിൻ്റെ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകാതിരുന്നതാണ്. ജനരോഷത്തെ തുടർന്ന് കേരളയിലിന്റെ പ്രവർത്തനങ്ങളൊക്കെ അവസാനിപ്പിച്ചിട്ടും പിണറായിക്ക് പ്രതീക്ഷ കൈവിട്ടിരുന്നില്ല. പിണറായി വിജയൻ തരം കിട്ടുമ്പോഴൊക്കെ കേന്ദ്രത്തോട് കേരളയിലിന് അനുമതി നൽകൂ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. പിണറായി മാത്രമല്ല, പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷും കേരളയിലിനെ കുറിച്ചുള്ള ശുഭാപ്തി വിശ്വാസം നഷ്ടപ്പെടാതെയാണ് തുടർച്ചയായി പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. എന്തുകൊണ്ടാണ് ഈ ആത്മവിശ്വാസമെന്ന് സാധാരണക്കാർക്ക് മനസ്സിലായില്ല. കേരളയിലിനെതിരെ ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത പ്രസ്ഥാനങ്ങൾ അതുകൊണ്ട് തന്നെയാണ് സമരത്തിൽ നിന്നും പിന്മാറാതെ ഇപ്പോഴും തുടർന്നത്. പ്രതിപക്ഷ പാർട്ടികളും സാധാരണ ജനങ്ങളും കേരളയിൽ വരില്ല എന്ന് വിശ്വസിച്ച് പിന്മാറിയെങ്കിലും കേരളയിലിന്റെ ഇരകൾക്ക് ആശങ്കയുണ്ടായിരുന്നു. കാരണം പിണറായിക്കും കൂട്ടർക്കും അത്രമാത്രം ആത്മവിശ്വാസമായിരുന്നു എപ്പോഴും കേരളയിലിനെ കുറിച്ച്. എന്തിനാണ് ഈ അമിതമായ ആത്മവിശ്വാസം അല്ലെങ്കിൽ അമിതമായ പ്രതീക്ഷ എന്ന് പലരും ചോദിച്ചു. വൻകിട പദ്ധതികൾ നടപ്പിലാക്കുക, അതിന്റെ പേരിൽ തട്ടിപ്പുകൾ നടത്തുക എന്ന് മാത്രം ലക്ഷ്യമുള്ള ഈ സർക്കാരിന് ഇങ്ങനൊരു പദ്ധതി ഉപേക്ഷിക്കാൻ കഴിയുമായിരുന്നില്ല. കണക്കിൽ 65,000 കോടിയാണെങ്കിലും അത് 1.5 ലക്ഷം മുതൽ 2 ലക്ഷം കോടി വരെ ആകുമെന്ന് സർക്കാരിനറിയാം. ആ പദ്ധതി ഒരിക്കലും വിജയകരമാവില്ലെന്നും സർക്കാരിനറിയാം. പക്ഷെ ഇങ്ങനൊരു പദ്ധതി നടപ്പിലാക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടാൽ അത് പൂർത്തിയായില്ലെങ്കിൽ കൂടി ഇതിന്റെ പദ്ധതി രൂപരേഖ ഉണ്ടാക്കുന്നത് മുതൽ വേണ്ടപ്പെട്ടവർക്ക് കിട്ടാനുള്ളതെല്ലാം കിട്ടിക്കൊണ്ടിരിക്കും. സ്ഥലമേറ്റെടുപ്പ് മുതൽ നഷ്ടപരിഹാരം കൊടുക്കൽ മുതൽ സൈഡ് റോഡുകൾ നിർമ്മിക്കുന്നത് മുതൽ കമ്പിവേലികൾ ഓർഡർ ചെയ്യുന്നത് മുതൽ സകല ഇടപാടുകൾക്കും കമ്മീഷൻ കിട്ടും. മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും പാർട്ടിയിലെ ഉന്നതർക്കും സബ് കോൺട്രാക്ട് കൊടുക്കാം. പണി നടന്നാലും ഇല്ലെങ്കിലും തുടങ്ങി വെച്ചാൽ തന്നെ കോടികൾ കൊയ്യാം എന്നതുകൊണ്ടാണ് ഇത് ലാഭമാണോ നഷ്ടമാണോ എന്ന് നോക്കാതെ അതിന്റെ പിന്നാലെ പാഞ്ഞുകൊണ്ടിരുന്നത്. കേരളയിൽ വരില്ല, അതിന് അനുമതിയില്ല എന്ന് പലതവണ പറഞ്ഞിട്ടും സർക്കാർ കേന്ദ്രത്തിന്റെ മേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരുന്നു. സത്യം പറഞ്ഞാൽ കേരളയിൽ എന്ന് പറയുന്ന ആശയം നല്ലതാണ്. രാഷ്ട്രീയപരമായ മുതലെടുപ്പ് വല്ലതും നടത്തുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയത്തില്ല. മറുനാടൻ പറഞ്ഞതനുസരിച്ച് വലിയൊരു ബിസിനസ് പദ്ധതി തന്നെ സംസ്ഥാന സർക്കാർ പ്ലാൻ ചെയ്ത് അതിൻ്റെ അകത്തുനിന്ന് ഒരുപാട് അഴിമതിക്കുള്ള സാധ്യതകൾ മറുനാടൻ പറഞ്ഞുണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയപരമായ കാര്യങ്ങളല്ലേ. പക്ഷേ ഇതൊരു നല്ല ആശയമായിരുന്നു. ഇത് നല്ല രീതിയിൽ ചിന്തിച്ച് നല്ല രീതിയിൽ നടപ്പാക്കാൻ കഴിവുള്ള അധികാരികളുണ്ടെന്നുണ്ട്. ഇവിടെ ഈ നഷ്ടപരിഹാരം പ്രോപ്പറായിട്ട് കൊടുക്കുകയോ ഇല്ലയോ അതൊരു വലിയ ചോദ്യമാണ്. അത് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഉണ്ടാകുന്ന നഷ്ടം ഭയങ്കരമാണ്. അതുകൊണ്ടാണ് ജനം കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്. അവരെ കുറ്റം വേണ്ട കാര്യമില്ല. ഒരു വീടും പറമ്പും മാത്രം, സമയത്ത് പൈസയും കിട്ടില്ല, താമസിക്കാനും പറ്റില്ല, മക്കള് ഭാര്യ കാരണവന്മാരൊക്കെ ആയിട്ട് ജീവിക്കുന്നവരല്ലേ. അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ടാകും. അതുകൊണ്ട് അവർക്ക് വിഷമം. നമുക്ക് നമ്മുടെ വീടും പറമ്പും പോകുമ്പോഴേ നമുക്ക് അതിന്റെ വിഷമം മനസ്സിലാവുള്ളൂ. പക്ഷെ നല്ലൊരു നഷ്ടപരിഹാരം കിട്ടുമെന്നൊരു ഉറപ്പുള്ള അധികാരികളുണ്ട്. അപ്പം സുഖമായിട്ട് ഈ കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും. കാസർഗോഡ് നിന്ന് ട്രിവാൻഡ്രം വരെ വരാൻ ഏറ്റവും ഫാസ്റ്റ് ആയിട്ടൊരു മാർഗം കിട്ടുവാണെങ്കിൽ നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. നമുക്ക് ഒരുപാട് വളവുകളുണ്ട് ഈ റെയിൽവേ പോകുന്ന ഭാഗങ്ങൾ. അതൊക്കെ നിവർത്തിയെടുത്ത് ഒരു പാളം കിട്ടിയാലേ ഉള്ളൂ അത്രയും ഫാസ്റ്റ് ആയിട്ട് പോയത്. വന്ദേ ഭാരത് വന്നെങ്കിലും ഈ പറഞ്ഞ സ്പീഡൊന്നും എല്ലായിടത്തും എടുക്കാൻ പറ്റില്ല. പലയിടത്തും സ്ലോ അടിക്കേണ്ടി വരും. ഞാൻ ഈ വന്ദേ ഭാരത് പോലത്തെ ട്രെയിനൊക്കെ ഇന്ത്യയിൽ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ വരുമെന്ന് ഞാൻ സ്വപ്നത്തെ പോലും കരുതിയിട്ടില്ല. 2024 സ്ഥാനത്ത് 2060 2070 ഒക്കെ ആകുമ്പോൾ ഒരു പക്ഷേ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഏറ്റവും ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ഇതൊരു ഫാസ്റ്റ് അല്ല. എനിക്ക് തോന്നുന്നു ജപ്പാനിലൊക്കെ 80കളിൽ 200 കിലോമീറ്റർ സ്പീഡിലുള്ള ട്രെയിനുകൾ ഓടിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ ഞാൻ വാർത്ത കേട്ടിട്ടുണ്ട്. ഇന്നിപ്പം ചൈന 400 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ട്രെയിനുകളിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. വാർത്തകളിലുള്ള അറിവ് എനിക്കുള്ളൂ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഒന്നും അല്ലെന്ന് വിമർശിക്കുന്നവരുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ഒരു വന്ദേ ഭാരതെല്ലാം കിട്ടിയല്ലോ. നമ്മുടെ കേരളത്തിലൊക്കെ ജനപ്പെരുപ്പം കണ്ടവനാണ്. അതൊരു വലിയ പ്രശ്നമാണ്. ഇപ്പം മറ്റു രാജ്യങ്ങളിൽ ജനപ്പെരുപ്പം കുറവാണ്. അതുകൊണ്ടാണല്ലോ ഇന്ത്യക്കാർ പല രാജ്യങ്ങളോട് ചേക്കേറുന്നത്. ഇനി ഇപ്പൊ കർണാടകയിലാണെങ്കിൽ പോലും കേരളത്തിൽ പോലും രാഷ്ട്രീയ എളുപ്പമാണ്. കാരണം വെച്ചാൽ കർണാടകയിൽ പ്രോപ്പർട്ടി ഇഷ്ടം പോലെ. നമുക്ക് ഈ ചെറിയ സ്റ്റേറ്റിൽ ഒരുപാട് ജനങ്ങളുണ്ട്. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങൾ സംതൃപ്തരല്ലാത്തതുകൊണ്ട് ജനത്തിന് ഭയമുണ്ട്. എഴുതി കൊടുത്ത് ഇറങ്ങി പോകുമ്പം ഈ പറഞ്ഞ കോമ്പൻസേഷൻ കിട്ടിയില്ല ആരോട് പോയി ചോദിക്കും? സംസ്ഥാനം കടക്കണിയിലാണ് എന്തെല്ലൊക്കെ പറഞ്ഞുകൊണ്ട് മുടന്തൻ ചായയായിട്ട് വന്നാൽ അവർക്ക് ആത്മഹത്യയല്ലാതെ വേറെ ഒന്നുമില്ല. അതുകൊണ്ടാണ് അവർ റിജക്ഷൻ വെക്കുന്നത്. ആരുടെയും കുറ്റമല്ല. നമ്മുടെ വീടും പോകുമെന്ന് കാണുമ്പോഴേ നമുക്ക് ആ വിഷമം വരുള്ളൂ. മറുനാടനെ കിട്ടിയ വാർത്ത അനുസരിച്ച് ഈ പരിപാടി എന്നേക്കുമായിട്ടും ക്ലോസ് ആയെന്നാണ് അദ്ദേഹത്തിന്റെ ചാനലിൽ പറയുന്നത്. കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.